ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പയറിലത്തോരന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പൊ അതിന് മുൻപ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും കൂടി അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്താ പയറില് എന്റെ വീട്ടിൽ നിന്ന് കൊടുന്നിട്ടുള്ളതാണ്. ഞാൻ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ പോയിട്ടുണ്ടായിനി. അപ്പൊ അത് അമ്മ അവിടെ പയറൊക്കെ നട്ട് നന്നായിട്ട് അതുപോലെ നന്നായിട്ട് അയലൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കാണ് ഈ പയറില് ഭയങ്കര ഇഷ്ടമായിട്ടോ, പയറിലത്തോരന്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര പൂതിട്ടോ പയറിലത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ അമ്മനോട് പറഞ്ഞപ്പോ അമ്മ അതാ പയറിലൊക്കെ പറിച്ചു തരാണ് കേട്ടോ. എനിക്കും അനിയത്തും കൂടി പറിച്ചു തരാണ്. അതമ്മ പറിച്ചിട്ട് കവറിലൊക്കെ ആക്കിയിട്ട് തരുന്നുണ്ട് കേട്ടോ. നമ്മള് എല്ലാവരും ഇങ്ങനെ തന്നെ ആവൂലേ, വീട്ടിലൊക്കെ പോയാല്, സ്വന്തം വീട്ടിൽ പോയാലും അവിടെയുള്ള ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാവൂലേ നമ്മള് വീട്ടിലേക്ക് വരിക. ഇതിന്റെ സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. പിന്നെ പയർ മാത്രല്ല കേട്ടോ, അമ്മ ഇതുപോലെ കുറെ ചെടികളും കുറെ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരണ്ടേ, അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കുറെ ലോങ് ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഇതമ്മ 2 കവറ് നിറച്ചും പയറെല്ലാം പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കുറെ പറിച്ചിട്ടുണ്ട് കേട്ടോ. 2 കവറ് നിറച്ച് പറിച്ചിട്ടുണ്ട് എനിക്കും അനിയത്തിക്കും വേണ്ടിയിട്ട്. അപ്പൊ ഞാനിതാ പയറിലെ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ പയറിലെ കവർന്നൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നല്ല ഇളയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ആദ്യം ഇത് നന്നായിട്ട് ഇതിന്റെ പുഴയൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം കേട്ടോ. ഇതിന് മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണേ. അപ്പൊ നമുക്ക് ഇനി പയറിൽ നന്നായിട്ട് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അവിടെ പയറിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതൊക്കെ കഴുകി അടയാളം നന്നായിട്ട് ഇലമ്മല് കാണാനുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നന്നായിട്ട് എല്ലാം അരച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ. അടിയിൽ മണ്ണുണ്ട് ഇനി ഇലമ്മല്. അപ്പൊ നന്നായിട്ട് കുറച്ച് കഴുകിയതാണ്. നമുക്കിത് കനം കുറച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ കുറച്ച് ഇല ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തണ്ടില്ല, അത് ആ ഞെട്ടിന്റെ ഭാഗം അത് ആദ്യം മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ. അരിഞ്ഞ് കളയുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നന്നായിട്ട് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു രീതിക്കൊന്ന് അരിഞ്ഞെടുക്കണ്ടേ. അപ്പൊ ഞാൻ എന്താ അതുപോലെ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം. അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ളതും കൂടി അരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിതാ പയറിലെ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ. പയറിൽ ആദ്യം ഒന്ന് വേവിച്ചിട്ട് എടുക്കണേ. അപ്പൊ നമുക്ക് പയറില് വേവിക്കാൻ വേണ്ടിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പൊ ഞാൻ എന്താ അടുപ്പത്തൊന്ന് വെച്ച് കൊടുക്കണ്ടേ. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പയറില് വേകണ നേരം കൊണ്ട് അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണ്ടേ. പച്ചമുളക് പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് ഒതുക്കി എടുത്താൽ മതി, നന്നായിട്ട് അരിഞ്ഞു പോരുത് കേട്ടോ. അപ്പൊ ഞാൻ എന്താ അവിടെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ പയറിൽ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം ഇതിലത്തെ വെള്ളം നന്നായിട്ട് ഊറ്റി കളയണം കേട്ടോ. ഈ പയറിലേക്ക് ചെറുതായിട്ടൊരു ചവർപ്പ് ഉണ്ടാവും കേട്ടോ, ഒരു കയ്പ്പ് രസം ഉണ്ടാവേ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ അങ്ങനെ ഇതിന്ന് വെള്ളം നന്നായിട്ട് ഊറ്റി കളയണത്. അപ്പൊ ഞാൻ എന്താ അതുപോലെ വെള്ളം നന്നായിട്ട് ഊറ്റി കളയുന്നുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ വേറെ തിരിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കട്ട കെട്ടാത്ത രീതിയിൽ ഇതുപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഞാൻ എന്താ അവിടെ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ വേറെ വേറെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്താ അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നമ്മളെ തേങ്ങ ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് മാത്രമേ ഉള്ളേ, നന്നായിട്ട് അരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോ എപ്പോഴും തേങ്ങ ഇതുപോലെ ഒന്ന് ഒതുക്കി എടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ തോരന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്താ തേങ്ങ ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മളെ പയറിലയില് തേങ്ങ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ. അപ്പൊ ഞാൻ എന്താ അവിടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടേ. അപ്പൊ ഞാൻ എന്താ നമ്മളെ പയറിൽ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പയറിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണ്ടേ. ആ തേങ്ങയൊക്കെ ആ പയറിലയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണത്. നമ്മൾ പയറിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞതല്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മിക്സ് ആയിട്ട് ഒന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കണ്ടേ. അപ്പൊ ഇതാ നമ്മളെ പയറില് 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാ പയറില ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മളെ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കണേ. അപ്പൊ ഇതാ 1 മിനിറ്റും കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ പയറിൽ എന്തായിട്ടുണ്ട് നോക്കാം നമുക്ക്. അപ്പൊ ഇതാ നമ്മളെ പയറിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇലൊക്കെ വേറെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇലകളൊന്നും ഒട്ടിപ്പിടിക്കാതെ വേറെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിന്റെ കൂടെയും പിന്നെ കഞ്ഞിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനും കൂടിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയറിലെ തോരന്. അപ്പൊ ഇന്നെ പോലെ പയറിലെ തോരൻ ഇഷ്ടമുള്ളത് ആരൊക്കെ വെച്ചൊന്ന് കമന്റ് ചെയ്യോണ്ടിട്ടോ. പയറിലെ തോരനൊക്കെ എല്ലാവരും ഉണ്ടാക്കണേ തന്നെ ആകൂല, എന്നാലും ഞാൻ ഉണ്ടാക്കണ രീതി ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ പയറിലെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യാട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.